നമസ്കാരം. ജൂൺ 28 ഇന്നേ ദിവസം വെള്ളിയാഴ്ചയായ ഇന്ന് ചില കാര്യങ്ങൾ ജ്യോതിഷപ്രകാരം സംഭവിക്കാൻ പോവുകയാണ്. അതിനാൽ തന്നെ ഇന്നേ ദിവസം ചില രാശിക്കാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ജൂൺ 28 വെള്ളിയാഴ്ച മീനത്തിൽ ചന്ദ്രൻ സംക്രമിക്കാൻ പോവുകയാണ്. കൂടാതെ ഇന്ന് ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ സപ്തമി തിഥി കൂടിയാണ്. ഈ ദിവസം സൗഭാഗ്യയോഗം, രവിയോഗം, ശോഭനയോഗം, പൂരുരുട്ടാതി നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും നടക്കുന്ന ദിവസം തന്നെയാകുന്നു. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം രൂപപ്പെടുന്നതായ ഈ യോഗങ്ങൾ ചില രാശിക്കാരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ നേട്ടങ്ങൾക്ക് കാരണമായി തീരും എന്നാണ് പരാമർശിക്കുന്നത്. ഈ രാശിക്കാരെ കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതായ ഒരു ദിവസമായി തന്നെ മാറുവാൻ സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം ജോലിയിൽ പ്രശസ്തി നേടുക, കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ ദിവസമാകുന്നു. പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അവ ഒരു പരിധിവരെ ഇന്നേ ദിവസം തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം കുടുംബാംഗങ്ങൾക്കിടയിലുള്ള തർക്കങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഓഫർ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരം ചില കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഇന്നേ ദിവസം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ഇന്നേ ദിവസം അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം അല്പം തിരക്ക് വർദ്ധിക്കുവാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലാകും. കൂടാതെ ലാഭവും അതേപോലെ തന്നെ പ്രതീക്ഷിക്കാതെ സന്തോഷകരമായ നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ ദിവസമാകുന്നു. എന്നാൽ ഇന്നേ ദിവസം ആരെയും പൂർണ്ണമായും വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ശുഭകരം. അതായത് അമിതമായി വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. തീർച്ചയായും നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ഇന്നേ ദിവസം ലക്ഷ്മി ദേവിക്ക് പായസം സമർപ്പിച്ച് ശ്രീ ലക്ഷ്മി നാരായണ സൂക്തം പാരായണം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. സാധിക്കുന്ന ഏവരും അപ്രകാരം ചെയ്യുക. ധനപരമായ നേട്ടങ്ങൾക്ക് ഏറ്റവും ശുഭകരമാണ് ഇപ്രകാരം ചെയ്യുന്നത്. മറ്റൊരു രാശി കർക്കിടകം രാശിയാകുന്നു. കർക്കിടകം രാശിക്കാർക്കും ഗുണകരമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം സുഹൃത്തുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അനുകൂലമായ പിന്തുണ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള ദിവസം. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഇന്നേ ദിവസം തയ്യാറാക്കിയതായ പല രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തികളിൽ മറ്റുള്ളവരുടെ പിന്തുണ, ബഹുമാനം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് പിന്തുണ ലഭിക്കാവുന്നതുമാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രണയികൾക്കും അനുകൂലമാണ് ഇന്നേ ദിവസം. കൂടാതെ ഇന്നേ ദിവസം പുതിയ പദ്ധതികൾ തയ്യാറാക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യുന്നതാകുന്നു. ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഇന്നേ ദിവസം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ചില സ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയും ഈ സമയമുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരും എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാകുന്നു. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ശുഭദായകമാണ് എന്ന കാര്യം ഓർക്കുക. ശുഭവും ഫലദായകവുമാണ് എന്ന് തന്നെ പറയാം. കാരണം ഇന്നേ ദിവസം ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബഹുമാനം നിങ്ങൾക്ക്
അഥവാ പദവി തുടങ്ങിയ കാര്യങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ നിങ്ങളുടെ സ്വീകാര്യത, ബഹുമാനം എന്നിവ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഈ സമയം ആൾക്കാരെ അഥവാ വ്യക്തികളെ തീർച്ചയായും നിങ്ങൾക്ക് സംസാരത്തിലൂടെ ആകർഷിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. പ്രണയ ജീവിതത്തിലുള്ളവർക്കും അനുകൂലമാണ് ദിവസം. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ആഗ്രഹങ്ങൾ പലതും നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഭൂരിഭാഗം ആഗ്രഹങ്ങളും സഫലമാകുവാൻ സാധ്യത ഉണ്ട്. എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. അമിതമായ ചിന്തകൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്ന് വരാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക. അമിതമായ ചിന്ത ഒഴിവാക്കേണ്ടതുമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. പൊതുവെ ഇന്നേ ദിവസം നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായ ദിവസമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഇന്നേ ദിവസം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണ്. അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാണ്. കുംഭം രാശിക്കാർക്ക് ഗുണകരമാണ് ഇന്നേ ദിവസം എന്ന് നിസ്സംശയം പറയാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. കൂടാതെ ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങളിൽ സ്വീകാര്യത, ബഹുമാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ആലോചനകൾ വന്നു ചേർന്നു എന്ന് വരാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ സർക്കാരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ഈ സമയം ആസൂത്രിതമായി തന്നെ പല ജോലികളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം ലാഭം വർദ്ധിക്കുന്നതായ സമയമാണ്. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുരോഗതി കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പുതിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും പണം നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നതായ ദോഷകരമായ ഫലങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ധനപരമായ നേട്ടങ്ങൾ തന്നെയാകാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. ആരെയും അമിതമായി വിശ്വസിക്കുവാൻ പാടുള്ളതല്ല. കൂടാതെ ഈ സമയം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. പൊതുവെ നിങ്ങൾക്ക് ശുഭകരമായ ദിവസമാകുന്നു. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസം തന്നെയാണ് എന്ന് പറയാം.